ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ രാജലക്ഷ്മീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വനവിഭവമായ മുളയരി കൊണ്ടുള്ള പായസമാണ്. മുളയരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ ടേസ്റ്റോടു കൂടി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ പായസം തയ്യാറാക്കാൻ 1 കപ്പ് മുളയരിയാണ് എടുത്തത്. ഞാൻ വയനാട് പോയിരുന്നപ്പോൾ അവിടുത്തെ മിക്ക ഷോപ്പുകളിലും ഇത് അവൈലബിളാണ്. അങ്ങനെ അവിടുന്ന് വാങ്ങിയതായിരുന്നു. ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഓൺലൈൻ വഴിയൊക്കെ ഇത് ആവശ്യമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി അതൊരു ബൗളിലോട്ട് ഇടാം. എന്നിട്ട് വെള്ളം ഒഴിച്ചൊരു 2-3 തവണ ഒന്ന് നല്ല കഴുകിയെടുക്കണം. അതിൽ കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ അരിച്ചും കൂടെ എടുക്കണം. ഇപ്പോൾ അരിയൊക്കെ നല്ല ക്ലീനാക്കി എടുത്തു. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ച് ഒരു രാത്രി 8 മണിക്കാണ് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഒരു 12 മണിക്കൂർ എങ്കിലും വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പായസത്തിന് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കാം. 3 കപ്പ് തിരുമ്മിയ തേങ്ങയാണ് വേണ്ടത്. അത് ബൗളിലോട്ട് ഇട്ടതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ല ഞെരടി ആണ് തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. അത് 1-ാം പാലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ കൊത്ത് എടുത്തിട്ട് ജാറിലിട്ടിട്ട് ഒരു 1.5 കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തതുപോലെ രണ്ടാമത്തതും അതുപോലെ സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. 2-ാം പാൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ടിരിക്കും. ഇനി നമുക്ക് അതിന് വേണ്ടി 350 ഗ്രാം ശർക്കര, 1/4 കപ്പ് തേങ്ങ കട്ട് ചെയ്തത്, കാഷ്നട്ട്, റൈസൻസ് ഓരോ 2 ടേബിൾ സ്പൂൺ വീതം, ഏലക്ക 5 ഏലക്ക ക്രഷ് ചെയ്തതാണ്, 1/4 കപ്പ് ചവ്വരിയും ആവശ്യത്തിന് നെയ്യും ഒക്കെയാണ് വേണ്ടത്. നമുക്കതിന് നല്ല ഒന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് മുളകരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. 3 മുതൽ 3.5 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഒരു 9 വിസിലാവുന്നത് വരെ വയ്ക്കണം. ഇപ്പോൾ അത് 9 വിസിലായി, ഒന്ന് ചെറുതായി തണുത്തു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ കറക്റ്റായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പായസത്തിലോട്ട് ചേർക്കുന്നത് ചവ്വരി വേവിച്ചെടുക്കാം. 1/4 കപ്പ് അളവിലാണ് ചവ്വരി എടുത്തത്. അത് നല്ല കഴുകി എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് വേവിച്ചെടുക്കണം ഇതേ രീതിയിൽ. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച മുളയരി അതിലോട്ട് ചേർക്കാം. അതിലോട്ട് ചേർത്തിട്ട് അത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. നെയ്യൊക്കെ അതിൽ നല്ല ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി ഈ സമയം ശർക്കര ചേർക്കാം. ശർക്കര ഇത് മറയൂർ ശർക്കരയാണ്. പായസത്തിന് ക്വാളിറ്റിയുള്ള ശർക്കര എടുത്താൽ നമ്മളതിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വേവിച്ച മുളയരി ശർക്കരയും നെയ്യിലും കിടന്ന് കുറച്ച് സമയം നിന്ന് വേകുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കണം. അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. നമുക്ക് ഈ സമയം 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് നല്ല ഇളക്കി എടുക്കാം. ശർക്കരയിലും നെയ്യിലും കിടന്ന് അത് ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട്. ഇതുപോലെ നല്ല മെൽറ്റായി വരുന്ന സമയം അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച് ചവ്വരി ചേർത്ത് അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കാം. നമ്മൾ ചവ്വരിയൊക്കെ ചേർക്കുമ്പോഴാണ് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നെയ്യുടെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമ്മളത് ഇതേ രീതിയിൽ ഒന്ന് തിക്കായി വരുന്ന സമയത്താണ് ആദ്യം 2ാമത് എടുത്ത പാലാണ് ചേർക്കേണ്ടത്. കുറേശ്ശെ ഒഴിച്ച് അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. 2ാം പാല് ഒഴിച്ചതിന് ശേഷം നല്ല തിക്കായി ഇതുപോലെ വന്നതിന് ശേഷമാണ് 1ാം പാല് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ സമയം 1ാം പാലും ചേർക്കാം. 1ാം പാലും ചേർത്തൊരു 2-3 മിനിറ്റ് അതും ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നല്ല ഇങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പോൾ അത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഫ്ലേവറിനായി ഒരു 5 ഏലക്ക ക്രഷ് ചെയ്തതാണ്
ഇത് വലിയ ഏലക്കയായിരുന്നു. ചെറിയ ഏലക്കയാണെങ്കിൽ 2-3 കൂടുതൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ റോസ്റ്റ് ചെയ്ത ജീരകപ്പൊടിയും ചേർത്ത് അതൊന്ന് മിക്സ് ആക്കണം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മുളയരി പായസത്തിൻ്റെ ഫ്ലേവർ വന്നത്, ജീരകത്തിൻ്റെയും ഏലക്കായുടെയൊക്കെ. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത തേങ്ങയും അതുപോലെ കാഷ്നട്ട് റൈസൻസൊക്കെ വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് 1/4 കപ്പ് അളവിലാണ് കട്ട് ചെയ്ത തേങ്ങ ചേർക്കേണ്ടത്. അതൊന്ന് നല്ല ബ്രൗൺ നിറമായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമുക്ക് കാഷ്നട്ട് ഇടാം. കാഷ്നട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറഞ്ഞ അളവിലും ചേർത്താലും നന്നായിരിക്കും. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ റൈസൻസും ചേർത്ത് നമുക്കതിന് പായസത്തിലോട്ട് ഒഴിക്കാം. ഈ പായസം നമ്മൾ കൂടുതൽ സമയം വയ്ക്കും തോറും അത് നല്ല തിക്കായി വരുന്നതാണ്. നമ്മൾ ഈ തയ്യാറാക്കിയ പായസം ചൂടോടുകൂടി നല്ല ടേസ്റ്റിയാണ്. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതിനാൽ മുളയരി പായസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ കഴിച്ചാലും. നമുക്ക് ഈ മുളയരി വെച്ചിട്ട് പൊങ്കൽ, പുട്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനു മുന്നേ പല വെറൈറ്റി പായസങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന് കൂടാതെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ പായസം എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് രുചികരമാണ്. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.